പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല മാസം. പരിശുദ്ധ മറിയത്തിനു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മറിയം സ്തോത്രഗീതം ചൊല്ലി. ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വന്തമായ പ്രാർത്ഥനയാണ്, ഏക ഗാനമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അധരങ്ങൾ വഴി ഈശോ സംസാരിക്കുന്നു. മറിയത്തിൻ്റെ സ്തോത്രഗീതം ഏറ്റവും ശ്രേഷ്ഠവും പ്രൗഢവുമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭക്തിയിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം. എല്ലാ പ്രവൃത്തികളും മറിയത്തിലൂടെ വേണം നാം ചെയ്യേണ്ടത്. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ മറിയത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഉണ്ടായിരിക്കുകയും ദൈവത്തിൽ ആനന്ദിക്കുവാൻ മറിയത്തിൻ്റെ ചൈതന്യം നമ്മിൽ നിറയുകയും വേണം. ഓ മറിയമേ, എൻ്റെ എല്ലാമായി നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. നിൻ്റെ ഹൃദയം എനിക്ക് തരൂ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയമേ, ആനന്ദിച്ചാലും 1000 പ്രാവശ്യം ആനന്ദിച്ചാലും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിനു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ.